ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചന്ദ്രബോസ് രോഹിത്തിനൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. കൂടെ നിന്നാൽ കൂട്ടാളിയാക്കാം, ഇല്ലെങ്കിൽ കൂട്ടുപ്രതിയാക്കി കളയും, അറിയാലോ നിനക്കെന്നെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ് രോഹിത്. ശേഷം ശാലിനിയെ കാണിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും ശാലിനിക്ക് ബോധം വന്നിട്ടില്ല. ടെൻഷനോടെ പുറത്ത് നിൽക്കുകയാണ് വിഷ്ണുവും കമലനുമൊക്കെ. എന്നാൽ ഇതേ സമയം ഒന്നും അറിയാതെ ശാരദാമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ശാന്ത ഓടിപ്പാഞ്ഞ് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. ശാന്തയുടെ മുഖം കണ്ടിട്ട് ശാരദാമ്മ ചോദിക്കുന്നു, എന്താ ശാന്തേ, എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വഴിയിൽ കണ്ട ആൾക്കാരാ പറഞ്ഞത്, ടിവിയിൽ ന്യൂസിലുണ്ടെന്നാ പറഞ്ഞത്. ശാരദാമ്മേ, ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനിങ്ങോട്ട് ഓടിയതാണെന്നൊക്കെ ശാന്ത പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ. ശാലിനി കുഞ്ഞിനെ ആരോ കുത്തിയെന്ന് ഇത് കേട്ട് ഞെട്ടലോടെ എന്താ നീ പറയുന്നത് എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നാ പറഞ്ഞത്. വിഷമിക്കേണ്ട ശാരദാമ്മയെ, വലിയ ആഴത്തിലുള്ള മുറിവൊന്നും കാണില്ല, ന്യൂസിൽ അങ്ങനെയൊക്കെയല്ലേ പറയൂ എന്ന് ശാന്ത പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, എന്താണെങ്കിലും ശരി, എനിക്കിപ്പോൾ എൻ്റെ മോളുടെ അരികിലേക്ക് പോകണം. ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നാണ് ശാന്ത പറയുന്നത്. അങ്ങനെ ശാരദാമ്മയും ശാന്തയും ഓടിപ്പാഞ്ഞു പോവുകയാണ് ശാലിനിയെ കാണാനായിട്ട്. ഇതേ സമയം ശാലിനിയെ ഡോക്ടർ പരിശോധിക്കുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ എന്ന് ശാലിനിക്ക് എന്നേക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ വിഷ്ണു ചോദിക്കുന്നു, കുറച്ച് ബ്ലഡ് ആവശ്യമായിട്ട് വരും, എത്രയും പെട്ടെന്ന് ഒപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. വിഷ്ണു ചോദിക്കുന്നു, ഇപ്പോഴത്തെ ശാലിനിയുടെ അവസ്ഥ എന്താണെന്ന്. ഒന്നും പറയാറായിട്ടില്ല, ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോകുന്നു. സാർ ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്ന് അനു പറയുന്നു. അങ്ങനെ ബ്ലഡൊക്കെ അനു തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. വിഷ്ണു ആണെങ്കിൽ ഒന്നും ചെയ്യാനാകാതെ വളരെ ആകെ തകർന്ന നിലയിലാണ് നിൽക്കുന്നത്. അവിടേക്ക് ചന്ദ്രബോസ് വരുന്നുണ്ട്. ചന്ദ്രബോസ് യൂണിഫോമിലാണ് വരുന്നത്. കളക്ടർക്ക് എങ്ങനെയുണ്ട്, സീരിയസ് ആണോ എന്ന് ചന്ദ്രബോസ് അനുവിനോട് ചോദിക്കുന്നു. ഈ മീഡിയക്കാരുടെ വായടപ്പിക്കേണ്ട സമയമായി, തെറ്റായ വാർത്തയാണെന്ന് ഇവരൊക്കെ പടച്ചു വിടുന്നത്. ആള് തീർന്നെന്ന് വരെ അവർ ചിലപ്പോൾ പറഞ്ഞു കളയും. ഞാൻ ആ ഞെട്ടലിൽ ഇങ്ങോട്ട് വന്ന് കയറിയതാണ്, പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് അറിയണമല്ലോ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നത് അരികിൽ നിന്ന് വിഷ്ണു കേൾക്കുന്നുണ്ടായിരുന്നു. എന്റെ ഭാര്യ ചത്തോ എന്നറിയണം അല്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, ദാ കണ്ടില്ലേ, വിഷ്ണുവും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് എനിക്കല്ലെങ്കിലും വലിയ കഷ്ടകാലമാണ് ഈ നാവ് കൊണ്ട് ഒരുപാട് കേൾക്കുന്ന വാരഫലത്തിലുള്ളത്. ഇതൊരു ഹോസ്പിറ്റൽ ആയിപ്പോയി, ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട്. എടാ കുരുപ്പേ, നിന്റെ ഭാര്യ അത്യാസന്ന നിലയിലായതുകൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ ഈ നാവാട്ടത്തിനുള്ള പണി ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടടാ. ഇത് ഓൾഡ് സ്റ്റോക്കല്ല, ന്യൂ സ്റ്റോക്കാണ്, അതുകൊണ്ട് അധികം കിടന്ന് നെകളിക്കണ്ട. ഇരിക്കേട്ട് വിഷ്ണു പറയുന്നു, ചന്ദ്രബോസെ, ഇപ്പോൾ എൻ്റെ കൺമുന്നിലുള്ളത് ശാലിനിയെ കുത്തിയതിൻ്റെ ചിത്രമാണ്. അതിന് പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയണം. അതിനു മുന്നിൽ അതിൻ്റെ പിന്നിലുള്ള പ്രമാണിമാരുടെ പേരിൽ നിന്റെ പേര് പതിയാതിരിക്കാൻ നീ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. പറഞ്ഞാൽ പിന്നെ നീ ഇല്ല. പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ? അതിനുള്ള ടൂള് നിന്റെ മടിത്തറപ്പിൽ ഉണ്ടോടാ? ഉണ്ടെങ്കിലൊന്ന് മൂർച്ച കൂട്ടിവെച്ചോ. നിന്റെ തിരക്കിട്ട തിരച്ചിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. പക്ഷേ അപ്പോൾ നിനക്ക് ആയുധമെടുത്ത് പ്രയോഗിക്കാനായിട്ട് നിന്റെ മുട്ടൊന്ന് നിവർന്ന് കിട്ടാൻ ഇപ്പോഴേ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം എനിക്കെതിരെ നീ തിരിയുന്നതിന് മുമ്പ് നിന്റെ മുട്ട് ഞാൻ ഇങ്ങ് എടുക്കുമെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു വളരെ ദേഷ്യത്തോടെ ചന്ദ്രബോസിന്റെ നേരെ, എടാ അപ്പോൾ നീയാണോ പന്നെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസിനെ അടിക്കാൻ ഒരുങ്ങുന്നു. കമലനും അവിടെ നിന്ന് ഒരു കോൺസ്റ്റബിൾ എല്ലാവരും കൂടി ചേർന്ന് വിഷ്ണുവിനെ പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടോടാ, നീ കരുതിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു. സോറി സാർ എന്ന് അനു ചന്ദ്രബോസിനോട് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, എടോ, ഇവന്റെ ഭാര്യയെ വല്ല കാട്ടുകള്ളന്മാരും എന്തെങ്കിലും ചെയ്തെന്ന് കരുതി എൻ്റെ നെഞ്ചത്തോട് കയറുന്നത് എന്തിനാ? സാർ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ ചെയ്തതാണ്, ക്ഷമിക്കണം എന്നൊക്കെ അനു പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യമായി പോയി, അല്ലെങ്കിൽ യൂണിഫോമിൽ തൊട്ട് അവനെ ഞാൻ ശരിയാക്കിയാനെ, അവൻ്റെ സാഹചര്യം അങ്ങനെയായിപ്പോയി എന്നൊക്കെ ബോസ് പറയുന്നുണ്ട്. പക്ഷേ ഇത് കഴിയുമ്പോൾ എല്ലാത്തിനും കൂടി ചേർത്ത് അവന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് അനു പറയുന്നു, സാർ, ഇവിടുത്തെ ലോക്കൽ പോലീസ് ഞങ്ങൾക്ക് ഒരു സഹായവും ചെയ്ത് തന്നിട്ടില്ല. കളക്ടർക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ അവർ വന്നത് അല്പം മുമ്പാണ്. ഞാൻ അന്വേഷിക്കാം, പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടായിരിക്കും എന്ന് ബോസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പുറത്തേക്ക് വന്നിട്ട് കമലൻ വിഷ്ണുവിനോട് പറയുന്നു, ആശാനൊന്നും ചെയ്യണ്ട, നമ്മളും കൂടി അകത്തായാൽ പിന്നെ എടുത്തേക്ക് ആരുമില്ലാതായി പോകും. ആശാനൊന്ന് ക്ഷമിക്കേ. അപ്പോഴാണ് ബോസ് പുറത്തേക്ക് വന്നത്. വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നുണ്ട്, അതുപോലെ വിഷ്ണുവും തിരിച്ചൊന്ന് നോക്കുന്നു. ചന്ദ്രബോസ് വണ്ടിയിൽ കയറിപ്പോയി. തുടർന്ന് ശാരദാമ്മ ഓടിപ്പാഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നു. മോനെ വിഷ്ണു, ശാലിനിക്ക് എന്ത് പറ്റി, ശാലിനിക്ക് എന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടോ എന്നൊക്കെ ടെൻഷനോടെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് വിഷ്ണുവിനോട്. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്, ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ഡോക്ടർ പുറത്തേക്ക് വരുന്നു. ഡോക്ടർ ശാലിനിക്ക് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, ആൾ അൺകോൺഷ്യസ് ആണ്,
ധാരാളം ബ്ലഡ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാരദാമ്മ. ശേഷം കാണിക്കുന്നത് പപ്പിയെ വിളിക്കാനായിട്ട് പിള്ളച്ചേട്ടൻ സ്കൂളിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ സത്യയും അവിടെ നിൽക്കുന്നുണ്ട്. സത്യയോട് പിള്ളച്ചേട്ടൻ ചോദിക്കുന്നു, എന്താ സത്യമോളെ, അമ്മ വരാൻ സമയമായല്ലോ, രാവിലെ കൊണ്ടുവന്നാക്കിയപ്പോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലെന്ന് സത്യ പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു, പിന്നെന്താ വൈകുന്നത്, അങ്ങനെ വൈകാറുള്ളതല്ലോ. സത്യയെ ഫോൺ വിളിച്ച് നോക്കിയായിരുന്നു എന്ന് പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു, ഏതോ റേഞ്ചില്ലാത്ത സ്ഥലത്താണെന്ന് തോന്നുന്നു, റിങ് പോലും പോകുന്നില്ല, ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കുമെന്ന് പപ്പി. അവിടെ മറ്റൊരാൾ സമയം നോക്കിയിരിക്കുകയായിരിക്കും. സത്യാമ്മയെ ചെല്ലേണ്ട സമയം കഴിഞ്ഞാൽ ഫോൺ വിളിക്കും. പിന്നെ അവിടെ ചെന്നിട്ട് കാര്യകാരണസഹിതം പറയേണ്ടി വരും. എന്നാ പിന്നെ പപ്പിയും കൂട്ടി പിള്ളച്ചേട്ടൻ പോയിക്കോളൂ, ഞാൻ അമ്മ വരുന്നത് വരെ ഇവിടെ നിന്നോളാമെന്ന് സത്യ. അത് വേണ്ട മോളെ, ഇവിടെ ഒറ്റയ്ക്കാക്കി പോയാൽ രാഘവൻ സാർ അറിഞ്ഞാൽ പിന്നെ എനിക്ക് അത് മതി. കുറച്ച് ദിവസത്തേക്ക് ചെവി കേൾക്കാൻ സാധിക്കില്ല. നമുക്ക് നോക്കാം, എന്തായാലും തക്കതായ കാര്യം കാണുമില്ലെങ്കിൽ ശാലിനി കുഞ്ഞ് വരാതിരിക്കില്ലെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് കളക്ടറുടെ വണ്ടി അവിടേക്ക് വന്നിരിക്കുന്നുണ്ട്. അനുവാണ് വിളിക്കാൻ വന്നിരിക്കുന്നത്. മോളെ വാ നമുക്ക് പോകാം എന്ന് അനു ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട്, എന്ത് പറ്റിയ ആൻറ്റി, എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം, മോള് വണ്ടിയിൽ കയറി നമുക്ക് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടതെന്നും അനു പറയുന്നു. എന്താ കുഞ്ഞെ ശാലിനി കുഞ്ഞിന് പറ്റിയത്, വരാൻ വൈകിയപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന്. തലകറക്കം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ എന്ന് പിള്ളച്ചേട്ടൻ ചോദിക്കുന്നുണ്ട്. മോള് ചെന്ന് വണ്ടിയിൽ കയറുന്ന അനു സത്യയോട് പറയുന്നു. പപ്പിയും പോയി. സത്യയോടായോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് പിള്ളച്ചേട്ടനോട് പറയുന്നുണ്ട്, അനു മേഡത്തിന് ഇന്നൊരു അറ്റാക്ക് ഉണ്ടായി, ഒരു ബഹളത്തിനിടയിൽ മേഡത്തിനെ ആരോ കുത്തി, ശാലിനി മേഡം ഐസിയുലാണ്, ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അനു പോകുന്നു. ഇത് കേട്ട് പിള്ളച്ചേട്ടനാകെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. രാഘവൻ ഉമ്മറത്തിങ്ങനെ ചാരിയിരിക്കുകയായിരുന്നു. അവിടേക്ക് ശ്യാമ വരുന്നുണ്ട്. ചായയുമായിട്ടാണ് ശ്യാമ വന്നിരിക്കുന്നത്. ശ്യാമ ചായ കൊടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ പറയുന്നുണ്ട്, മോള് നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാനിന്ന് ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ അമ്മയെ കണ്ടായിരുന്നു. നിന്റെയും പപ്പിയുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വിശേഷങ്ങൾ പറയാൻ ഒക്കില്ലല്ലോ അച്ഛാ. പപ്പിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ നിൽക്കുകയാണ് ഞാൻ. അവളുടെ അടുത്ത് അവളുടെ അച്ഛൻ എന്താണ് വരാത്തതെന്ന് ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കേണ്ടത്, എന്ത് കാരണമാ പറയേണ്ടത് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. രോഹിതിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അവര് തിരക്കിയത്. എന്ത് പറയണമെന്നറിയാതെ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഭാര്യയെ മോളെ നോക്കാതെ തന്നിഷ്ടത്തിന് നടക്കുന്നവരൊക്കെ കുടുംബം ആകരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്നത്തെ പെൺകുട്ടികളെല്ലാം ഒരാളുടെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണ്. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇവന്മാർക്ക്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളവന്മാരെ ഓർത്ത് ഒരിക്കലും ജീവിതം കരഞ്ഞു തീർക്കരുത്. ഇവിടുത്തെ അവസ്ഥ നിനക്കറിയാലോ, മുങ്ങാൻ പോകുന്ന കപ്പലാണിത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുന്നവർക്ക് രക്ഷപ്പെടണം. ശാരദാമ്മയുടെ മോളെയും കുഞ്ഞിനെയും വന്ന് വിളിച്ചോണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ ഇനി ഇവിടെ നിൽക്കേണ്ട, ഇത് ഒരു ഒഴിഞ്ഞ കൂട് പോലെ കിടക്കും. അച്ഛൻ പറയുന്നത് മോൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അവിടെ പോകുമ്പോൾ പപ്പിക്ക് സത്യയുടെ കൂട്ടുണ്ട്. മനസ്സിൽ സമാധാനം കിട്ടുന്ന എവിടെയാണോ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് അതൊരിക്കലും കിട്ടില്ല. പപ്പി മോളുടെ പഠിത്തത്തിനും അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ രോഹിത്തിന്റെ കാര്യം, അവനെ ഇനി നോക്കണ്ട. അവനിപ്പോൾ മറ്റേതോ ലോകത്താണ്. മദ്യമാണ് അവനിപ്പോൾ കൊണ്ടു നടക്കുന്നത്. പിന്നെ അവനിപ്പോൾ ഒത്താശക്കാരുണ്ട്, കുറെ ചതിയന്മാരും. അത് അവന്റെ വഴിക്ക് നടക്കട്ടെ. കുറെ കഴിയുമ്പോൾ ഈ പറയുന്നവരൊക്കെ അങ്ങ് പോവും. അപ്പോൾ അവനെ പുറം തള്ളും അവര്. അപ്പോൾ തിരിച്ചു വരും അവൻ. ഇല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിണയിൽ അന്തി ഉറങ്ങി അങ്ങ് ഒടുങ്ങുകയും ചെയ്യും. അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെ മോൾ ഇതൊന്നും ചിന്തിക്കേണ്ട. ശാരദാമ്മ വിളിച്ചാൽ കൂടെ പോകണം എന്ന് രാഘവൻ. നമ്മുടെ പപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകണം. നമ്മുടെ ഇവിടുത്തെ ഈ സങ്കടങ്ങളൊക്കെ അറിയാതെ ആ കൊച്ചിന് ഇച്ചിരി സമാധാനം കിട്ടട്ടെ. ഈ സമയത്താണ് പിള്ളച്ചേട്ടൻ പപ്പിയുമായി സ്കൂട്ടറിൽ അവിടേക്ക് വന്നത്. അച്ചച്ച എന്ന് പറഞ്ഞ് ഓടി വന്ന രാഘവനെ കെട്ടിപ്പിടിക്കുകയാണ് പപ്പി, ഒന്നും അറിയാതെ. അമ്മേ നല്ല വിശപ്പുണ്ടെന്ന് പറയുന്നു. മോൾ അകത്തേക്ക് ചെല്ല്, പൊന്നിയാൻറ്റി അവിടെയുണ്ട്, കഴിക്കാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്നും ശ്യാമ പറയുന്നു. അങ്ങനെ പപ്പി അകത്തേക്ക് പോയ സമയം പിള്ളച്ചേട്ടൻ രാഘവനോട് പറയുന്നു, സാറേ TV-യിൽ വാർത്ത വെച്ചില്ലല്ലേ, എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ടെന്നാ കേട്ടത്. നമ്മുടെ ശാലിനി കുഞ്ഞിന് നമ്മുടെ എസ്റ്റേറ്റിന്റെ അടുത്ത് വെച്ച് കുത്തേറ്റെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവര്. സീരിയസ് ആണെന്നാ പറഞ്ഞത്. തുടർന്ന് അനു ഇപ്പോൾ സത്യമായി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരാതെ തിരിച്ചു തരണേ ദേവി, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു തരണേ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ശാലി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. എന്താണ് അവരൊന്നും പറയാത്തത്? ഞാനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു. വരട്ടെ ആശാനെ, അവർ കാര്യങ്ങൾ പറയും. ഇല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാലോ എന്നൊക്കെ കമലൻ പറയുന്നു. അച്ഛ എന്ന് വിളിച്ച് സത്യയും അവിടേക്ക് വന്നു. വിഷ്ണു തിരിഞ്ഞു നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.